മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എരമല്ലൂർ ഡിസ്കാസ്ഡ് കാർമലൈറ്റ് സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റിലാണ് നാം ഇന്നുള്ളത്. നമ്മോട് സംസാരിക്കുന്നത് മദർ പ്രയറസ് സിസ്റ്റർ സിസിലി ഓഫ് ജീസസ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എരമല്ലൂർ മഠസ്ഥാപനത്തെ പറ്റിയും മറ്റുമാണ് സിസ്റ്റർ നമ്മോട് സംസാരിച്ചത്. ഇന്ന് മഠത്തിലെ കൂടുതൽ സവിശേഷതകൾ നമുക്ക് സിസ്റ്ററിനോട് ചോദിച്ചറിയാം. സഭയ്ക്കും ലോകത്തിനുമായി ആരുമറിയാതെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്ന മിണ്ടാമഠങ്ങളിലെ സഹോദരിമാർ 21-ാം നൂറ്റാണ്ടിൽ ഒരത്ഭുതവും വെല്ലുവിളിയുമാണ്. ജീവിതം ആസ്വദിക്കാനുള്ള വ്യഗ്രതയിൽ പ്രാർത്ഥിക്കാൻ പോലും മറന്നുപോകുന്നവർ ഒരു നിമിഷം കാതോർക്കുക. മിണ്ടാമഠങ്ങളിൽ ജീവിതം അർച്ചനയാക്കിയ സഹോദരിമാരുടെ വിശുദ്ധ ജീവിതങ്ങൾക്ക് നമ്മോട് ചിലത് പറയാനുണ്ട്. ഏലിയ പ്രവാചകനെ പിന്തുടർന്ന് കാർമൽ മലയിൽ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും അധിഷ്ഠിതമായ പുണ്യജീവിതം നയിച്ചിരുന്ന താപസന്മാരുടെ പിന്തുടർച്ചയാണ് ഇന്നു കാണുന്ന മിണ്ടാമഠങ്ങൾ. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനുമാണ് നവീകരിച്ച കർമ്മലീത്ത മിണ്ടാമഠങ്ങളുടെ സ്ഥാപകരായി കണക്കാക്കി പോരുന്നത്. ചേർത്തലയ്ക്കടുത്ത് എരമല്ലൂരിലുള്ള നിഷ്പാതുക കർമ്മലീത്ത മിണ്ടാമഠത്തിലാണ് ഇന്നത്തെ മർത്ത ആൻഡ് മേരി പ്രോഗ്രാം എത്തിയിരിക്കുന്നത്. കർമ്മലീത്ത മിണ്ടാമഠങ്ങളുടെ ആരംഭത്തെക്കുറിച്ചും സഭാ നവീകരണ കാലഘട്ടത്തെക്കുറിച്ചുമെല്ലാം നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. 11-ാം പീയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് കോട്ടയത്ത് സ്ഥാപിതമായ വിജയപുരം രൂപതയുടെ പ്രഥമ മെത്രാൻ ബെനവന്തൂര പിതാവാണ് കേരളത്തിലേക്ക് മിണ്ടാമഠങ്ങൾ കടന്നുവരുന്നതിന് നിമിത്തമായത്. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം സ്പെയിനിലെ സെയിൻറ്റ് ജോസഫ്സ് കോൺവെന്റിൽ നിന്നും മദർ റൊസാരിയോയുടെ നേതൃത്വത്തിൽ കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ കർമ്മലീത്ത മിണ്ടാമഠം സ്ഥാപിതമാകുന്നത്. മദറിൻ്റെ ദൈവവിളിയെ പറ്റി ഒന്ന് സംസാരിക്കാമോ? എൻ്റെ ദൈവവിളിയെ പറ്റി പറഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലേ തന്നെ ഈ കർമ്മലീത്ത മിണ്ടാമഠത്തിലോട്ട് ഒരുപാട് പരിചയം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അച്ചാച്ചൻ്റെ ഏറ്റവും ഇളയ സഹോദരിയാണ് ആദ്യമായി കോട്ടയത്തെ കർമ്മലീത്ത മഠത്തിൽ ചേർന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ആ സിസ്റ്ററിൻ്റെ കാര്യം. അതെ, മേരി മാർഗ്രറ്റ്. അപ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചെന്ന് അവിടെ ചേരുന്നത്. അതുകൊണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ചേർന്നതാണ്. പിന്നെ ഞാൻ മഠത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ നോവീസ് മിസ്റ്റേഴ്സ് ആയിരുന്ന സിസ്റ്റർ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, എനിക്ക് 2 ആഴ്ച പ്രായമുള്ളപ്പോൾ എന്നെ മഠത്തിൽ കൊണ്ടുചെന്നിരുന്നെന്ന്. അതായത് അമ്മ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു പോകുന്ന വഴി ആൻറ്റിയെ കാണാനായിട്ട് അവിടെ കയറി. അപ്പോൾ എല്ലാ സിസ്റ്റേഴ്സും കാണാൻ വന്നു. അപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിച്ചെന്ന് ഈ ബേബിക്ക് കർമ്മലീത്ത ഒക്കേഷൻ കൊടുക്കണമെന്ന്. അവരുടെ പ്രാർത്ഥനയായിരിക്കാം കുറേയൊന്നല്ല ഞാൻ വിശ്വസിക്കുന്നു. അത് പിന്നെ ഞങ്ങൾ വരുമ്പോഴൊക്കെ ആൻറ്റിയെ കാണാൻ വരുമ്പോഴൊക്കെ എപ്പോഴും കർമ്മലീത്ത വിശുദ്ധരെ പറ്റി പറയും. അപ്പോൾ അവരുടെ തമ്മിലുള്ള സംസാരങ്ങളും അവരുടെ സന്തോഷവും അവരുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷനായിരുന്നു. പിന്നെ അതുകൊണ്ടായിരിക്കണം എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ ഒരു ചേച്ചി തിരുവല്ല കർമ്മലീത്ത മഠത്തിൽ ചേരുന്നു. അപ്പോൾ ഈ 2 മഠവും അപ്പോൾ എപ്പോഴും വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 2 മഠങ്ങളിലാണ്. അങ്ങനെ അവരുടെ പ്രാർത്ഥനയും എനിക്ക് മദർ റൊസാരിയോ, അതായത് മദർ ഫൗണ്ടേഴ്സ് അപ്പോൾ തിരുവല്ലയിലുണ്ടായിരുന്നു. എനിക്കെന്തോ അമ്മയെ കാണുമ്പം എന്തൊരു സ്വർഗീയ അനുഭൂതിയായിരുന്നു. അമ്മയുടെ ആ വിശുദ്ധി നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ തന്നെ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായി. പിന്നെ ഞാൻ ചെറുതാണല്ലോ, 6 വയസ്സ്. പിന്നെ എനിക്കൊരു 11 വയസ്സായി കാണണം. എൻ്റെ വേറെ 2 ചേച്ചിമാരും, ഒരാൾ തിരുവല്ലയിലും ഒരു ബാംഗ്ലൂരുള്ള ഞങ്ങളുടെ മഠം കർമ്മലീത്ത മഠം ഇതുപോലെയുള്ള മഠത്തിൽ തന്നെ ചേർന്നു. പിന്നെ അവരുടെ സഭാവസ്ത്ര സ്വീകരണം, അവരുടെ വ്രതവാഗ്ദാന ദിവസങ്ങളൊക്കെ പോകുമ്പോൾ ഈ ചടങ്ങുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര
എനിക്കും അവരെ പോലെ ആകണം എന്നുള്ളൊരു പ്രത്യേകത ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ ഞങ്ങളുടെ ഇടവപ്പള്ളിയും കൊച്ചിരശ്ശേരുടെ നാമത്തിലായി. അപ്പോൾ പള്ളിയിലും ഞങ്ങളുടെ വീട്ടിലെ അമ്മയെ എപ്പോഴും പറയുമായിരുന്നു കൊച്ചിരശ്ശയെ പറ്റിയും. കൊച്ചിരശ്ശ 15-ാമത്തെ വയസ്സിൽ ചേർന്നു. കൊച്ചിരശ്ശയുടെ 3 ചേച്ചിമാർ മഠത്തിലുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് 15-ാമത്തെ വയസ്സിൽ തന്നെ മഠത്തിൽ ചേരണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഞാൻ 15-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ അന്നത്തെ സുപ്പീരിയറായിരുന്ന ഫാദർ നെമേശിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു. മഠത്തിൽ അവർ ചേർക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഡെലഗേറ്റ് ജനറലായിരുന്ന അദ്ദേഹം പറഞ്ഞു, ഇല്ല, 15-ാമത്തെ വയസ്സിൽ ചേരണ്ട, 21-ാമത്തെ വയസ്സിൽ ചേർന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനി എന്ത് ചെയ്യും? പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്കൊരു 17 വയസ്സ് കഴിഞ്ഞ കാരണം 17.5 വയസ്സായപ്പം ഇപ്പോൾ വെനറബിളായിരിക്കുന്ന ഫാദർ ഔറേലിയൻ, അദ്ദേഹം ഈ ആൽവേ സെമിനാരിയിലെ റെക്ടറായിരുന്നു അദ്ദേഹം വളരെ വർഷങ്ങൾ. അപ്പോൾ അദ്ദേഹം മറ്റേ അച്ഛൻ സ്പെയിനിന് പോയി. തിരിച്ചു പോയപ്പോഴത്തേക്കും ഈ അച്ഛൻ ഞങ്ങളുടെ ഡെലിഗേറ്റ് ജനറലായി. അപ്പോൾ ഞങ്ങളുടെ മഠത്തിൽ വന്നപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി, ഈ സിസ്റ്റേഴ്സിൻ്റെ അനുജത്തി സിസ്റ്റർ കുട്ടി മഠത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, ചേർത്ത് ഒരു കുഴപ്പവും വരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതൊരു ഡിസംബറിലായിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് അറിയിച്ചു. എൻ്റെ ബ്രദർ കാണാൻ ചെന്നപ്പോഴാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ചേരാനായിട്ടൊക്കെ ഒരുങ്ങി. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു, ഇപ്പോൾ ഒരു ഡിസംബറല്ലേ, ഒരു ജനുവരി അവസാനം പോകാം. പക്ഷേ ജനുവരി 10 ആയപ്പോഴത്തേക്കും മഠത്തിൽ നിന്ന് പിന്നെ അറിയിച്ചു, ഞങ്ങളുടെ മദർ ഫൗണ്ടേഴ്സ് മദർ റൊസാരിയോയുടെ 60-ാം ജന്മദിനമാണ്, അതുകൊണ്ട് അന്ന്. അപ്പോൾ പിന്നെ വളരെ കുറച്ച് ദിവസങ്ങളിൽ 15-ാം തീയതി ഞാൻ മഠത്തിൽ വന്ന് ചേരുകയാണ് ചെയ്തത്. എന്നെ അധികം ഏറ്റവും കൂടുതൽ പ്രചോദിക്കുന്നത് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും പാർലറിലിരുന്നെങ്കിലും അവരുടെ പ്രാർത്ഥനയും അത് ഗ്രിഗോറിയൻ ചാൻ്റാണ് അവർ പാടുന്നത്, വളരെ മനോഹരമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചാപ്പലിൻ്റെ അവിടെ ഒന്ന് ലിസൺ ചെയ്യുമായിരുന്നു. മദർ ഇങ്ങോട്ടേക്ക് പോന്നപ്പോഴത്തേക്കും അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയൊക്കെ ഒരു പ്രതികരണവും അവരുടെ ആ താല്പര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ മഠത്തിൽ ചേരാനായിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ചാച്ചനോട് ചോദിച്ചപ്പം അച്ചാച്ചൻ പറഞ്ഞ വാക്ക് എന്നെ അന്നൊന്നും എനിക്ക് അത്രയും ടച്ച് ചെയ്തില്ല. ഇന്നിപ്പോൾ എന്നെ അധികം ചിന്തിപ്പിക്കുന്നതാണ്. അച്ചാച്ചൻ പറഞ്ഞതാണ് എന്നോട്, നീ, അതായത് 3 പേര് മഠത്തിൽ പോയിട്ടുണ്ട്, മറ്റേ റിലേറ്റീവ്സൊക്കെ എതിരിടുന്നു, നീ മഠത്തിൽ പോകുന്നതിന് ഞങ്ങൾ അനുവാദം തരുന്ന, ഞങ്ങൾ ഏറ്റെടുക്കുന്ന പരിത്യാഗത്തിന് നീ എന്തെങ്കിലും ഞങ്ങൾക്ക് തരണമെങ്കിൽ, ഒരു പ്രതിഫലം നീ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഒരു വിശുദ്ധയായാൽ മാത്രമേ, അതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് എന്നോട് പറഞ്ഞ വാചകം ഇപ്പോഴും ഓർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ചിലപ്പോഴൊക്കെ ദൈവമേ, ഞാനൊരു വിശുദ്ധിയായില്ലെങ്കിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങൾക്ക് പ്രതിഫലം കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ഞാനങ്ങനെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. പിന്നെ ഞാൻ മഠത്തിൽ ചേരാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അന്നൊന്നും നമുക്ക് സമ്പൂർണ്ണ ബൈബിളില്ലല്ലോ. ഞാനൊക്കെ കയറിയ സമയത്ത് നമ്മൾക്ക് പുതിയ നിയമം സാധാരണ തന്നെ. ഞാൻ എല്ലാവർക്കും സ്തുതി ചെല്ലിങ്ങോട്ട് ഇറങ്ങിയപ്പം എൻ്റെ അച്ചാച്ചൻ ഒരു പുതിയ നിയമം എൻ്റെ കൊണ്ട് തന്നു. ആ സമയത്ത് നോക്കാൻ സാധിച്ചില്ല, എടുത്തുകൊണ്ട് പോയി. മഠത്തിൽ ചെന്ന് മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് ഞാൻ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ ഞാൻ അതിനകത്ത് കണ്ടത് ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ്: ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ മഹത് വാക്യങ്ങൾ വായിച്ച് ഗ്രഹിച്ച് ധ്യാനിച്ച് ഒരു വിശുദ്ധയായി തീരുന്നതിന് എൻ്റെ മകൾ സിസിലിക്ക് തരുന്നു. അന്ന് സൈൻ ചെയ്തു ആ ഡേറ്റ് വിട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ പുതിയ നിയമം എൻ്റെ മുറിയിലുണ്ട്, ഞാനത് എടുത്ത് നോക്കും എപ്പോഴും. കൊച്ചി രൂപതയിൽ ഞങ്ങൾ ഏകദേശം 120 അച്ഛന്മാരുണ്ട്. ഞങ്ങളുടെ പൗരോഹിത്യ വാർഷികത്തിൽ ഒട്ടുമിക്ക അച്ഛന്മാരും ഇവിടെ വന്ന് ദിവ്യബലി അർപ്പിക്കും. പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ വാർഷികങ്ങൾ നല്ലൊരു ശതമാനം വൈദികരും രൂപതാ വൈദികരും ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് ഞങ്ങൾ കരുതുന്നു. അത് ഇവരുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. കൊച്ചി രൂപതയിൽ 10-60 കോൺവെൻറ്റുകളുണ്ട്, സന്യാസ ഭവനങ്ങളുണ്ട്. മറ്റുള്ളവർ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അജപാലന ശുശ്രൂഷയിലും സഭയോടൊത്ത് സഹകരിക്കുമ്പോൾ ഇവർ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട്, ശക്തി ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന അമ്മ ത്രേസ്യയുടെ ഒരു വചനമാണ്. അവരുടെ ഭിത്തിയിൽ അവർ എഴുതി വച്ചിട്ടുണ്ട്: ലോകത്തിൽ സ്വർഗമെന്നുണ്ടെങ്കിൽ അതിവിടെയാണ് എന്ന് പറഞ്ഞാൽ
നമുക്കറിയാം സ്വർഗത്തിൽ നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കുന്ന ഒരു അനുഭവം. ഈ കോൺവെൻറ്റിലുള്ള സിസ്റ്റേഴ്സ് സദാസമയവും ദൈവത്തോടു കൂടി ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ സന്തോഷവും ആനന്ദവും മറ്റൊരിടത്തും കാണാത്ത ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണെന്ന് അവർ പറയുന്നത് വെറുതെ അല്ല, മറിച്ച് ദൈവാനുഭവത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. വിളികൾ, ദൈവവിളികൾ ഈ കോൺവെൻറ്റുകളിലൊക്കെ ഒത്തിരിയേറെ ഉണ്ട്. എങ്കിലും അതുപോരാ. ഒത്തിരിയേറെ ബിരുദധാരികളായിട്ടുള്ള ചെറുപ്പക്കാരികൾ അവിടെ കോൺവെൻറ്റിൽ വരാറുണ്ട്, അവിടെ ചേരാറുണ്ട്. അവരൊക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സായിട്ട് തീരാറുമുണ്ട്. ഇനിയും ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള സന്യാസ സഭകളിലേക്ക് വരണം. കാരണം ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രാർത്ഥനയുടെ ശക്തിയിലാണ്. ഇവരുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാവുന്നതല്ല, പകരം വയ്ക്കാവുന്നതല്ല. ഈ ഒരു സംവിധാനം രൂപതയ്ക്ക് കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് വർഷങ്ങളായിട്ട് കൊച്ചു രൂപതയിലുള്ള ഞങ്ങൾ കരുതുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. കാരണം രൂപതയിലുള്ള എല്ലാ പരിപാടികളിലും അവരുടെ ശാരീരികമായ സാന്നിധ്യമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സാന്നിധ്യവും ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരുന്നതും മാധ്യസ്ഥം വഹിക്കുന്നതും ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. എരമല്ലൂർ ഈ ഇടവയെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുക. കാരണം ഈ പരിസരങ്ങളിലുള്ള ആർക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം ഓടി ചെല്ലുന്നത്, അച്ഛൻ്റെ അടുത്ത് വരുന്നതിനേക്കാൾ മുമ്പ് ചെല്ലുന്നത് അവിടേക്കാണ്. കാരണം അവർ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നുള്ള വലിയൊരു ബോധ്യം, വലിയൊരു വിശ്വാസം എല്ലാ ജനങ്ങൾക്കുമുണ്ട്. കേരളത്തിൽ ഇവിടെ എരമല്ലൂർ മഠം സ്ഥാപിച്ചതിന് ശേഷം അന്ന് ആദ്യമായിട്ട് ഇവിടെ 8 പേരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ? ഞങ്ങൾ ആദ്യം വന്നത് 8 പേരാണ്. ഒരു നോവീസും ബാക്കിയുള്ളവർ ഞങ്ങൾ ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞ 7 പേരും. ഇതൊരു വല്ലായിരുന്നു ഞങ്ങൾ അത്ര പേരെ. ഇപ്പോൾ ഒരു ഫൗണ്ടേഷന് പോകുമ്പോൾ അങ്ങനെ 8 പേര് വേണമെന്നുണ്ട്. ഇപ്പോഴും 8 പേര് തന്നെയാണ്? അല്ല, ഇപ്പം ഞങ്ങൾ 15 പേരുണ്ട്. പിന്നെ ഞങ്ങൾ ഈ 15 നേരത്തെ കുറേ പേരുണ്ടല്ലോ, 4 പേരിപ്പം മരിച്ചു പോയിട്ടുണ്ട്. ഒരാൾ നമ്മുടെ മലയാറ്റൂർ മഠത്തിലേക്ക് ചോദിച്ചവർ, ഒരു ഇച്ചിരി എൽഡർലി ഒരു പ്രായം ഉള്ള സിസ്റ്ററിനെ. ഞങ്ങളുടെ സിസ്റ്റർ മേരി ആൻ്റണി എന്ന സിസ്റ്റർ ഇപ്പം അങ്ങോട്ട് പോയി. സിസ്റ്റർ ഇപ്പോഴും മലയാറ്റൂർ മഠത്തിലുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ മിഷനെ സഹായിക്കുന്നത് ഞങ്ങളുടെ അസോസിയേഷൻ, അതായത് ഇന്ത്യയിലെ മഠങ്ങളെല്ലാം കൂടെ 3ആയിട്ട് തിരിച്ചിട്ട് 3 അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊന്നും അങ്ങനെയില്ല. ഇപ്പം പുതിയ മോഡേൺ കുട്ടികളോടൊക്കെ പെരുമാറണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. അപ്പം നമുക്ക് പ്രോബ്ലങ്ങളുണ്ട്, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള എല്ലാവരുടെയും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അവരുടെ വ്യൂ പോയിൻ്റൊക്കെ കിട്ടാനായിട്ട് അങ്ങനെ ഇപ്പം 3 അസോസിയേഷനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അസോസിയേഷൻ സൗത്ത് ഈസ്റ്റ് അസോസിയേഷൻ ഒരു മഠം ആഫ്രിക്കയിൽ സ്ഥാപിച്ചു. അപ്പോൾ അവിടെ പോകാനായിട്ട് ഇവിടുന്ന് ഞങ്ങളുടെ ഒരു സിസ്റ്ററിനെ കുറച്ച് സിസ്റ്റർ വളരെ അവിടെ. പിന്നെ ഞങ്ങളുടെ ഛത്തീസ്ഗഡിലെ റൈപ്പൂർ ഒരു മഠത്തിലുണ്ട്. അവർക്ക് 25 വർഷമായിട്ടും ദൈവവിളികളില്ല. മറ്റു മഠങ്ങളിൽ നിന്ന് സിസ്റ്റേഴ്സ് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു സിസ്റ്റർ അങ്ങോട്ട് വിട്ടു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ട്രാൻസ്ഫർ ഒന്നുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഈ മഠത്തിൻ്റെ ഒരു ദിവസത്തെ ദിനചര്യകളെ പറ്റി, അതായത് പ്രാർത്ഥന, ഓരോ ദിവസം ചെയ്യുന്ന ജോലികൾ, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാമോ? ഞങ്ങൾ രാവിലെ ഒരു 4:30 എഴുന്നേൽക്കും. മിക്കവാറും അതിന് മുമ്പൊക്കെ എഴുന്നേക്കും സിസ്റ്റേഴ്സ്. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പം ഞങ്ങളുടെ 1 മണിക്കൂർ ധ്യാനമുണ്ട്. ഇപ്പം ഞങ്ങൾ 4:45 തുടങ്ങും. വെച്ചാൽ ഇപ്പം കരുണക്കൊന്ത ചെല്ലണമല്ലോ. ഇപ്പം നമ്മുടെ കരുണയുടെ വർഷമായിരുന്നു കരുണക്കൊന്ത. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ ഉടനെ കരുണക്കൊന്ത. അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രാവിലത്തെ യാമപ്രാർത്ഥന പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ മുതൽ ഈസ്റ്റർ വരെ ഞങ്ങൾക്ക് ഒരു നേരമാണ്. അപ്പം രാവിലെ ഞങ്ങൾ സ്ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഈ സീസണിൽ. ഈസ്റ്റർ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 14 വരെ ഞങ്ങൾ ഫുൾ മീലല്ല, ഞങ്ങൾക്ക് എല്ലാ ഭക്ഷണമുണ്ട്. അല്ലെങ്കിൽ 3 ഞങ്ങൾ ഒരു നേരം മാത്രം ഫുൾ മീൽ കഴിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് പോകുന്നു. അതായത് ഒസ്തി ഉണ്ടാക്കാനും അങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് കിച്ചണിൽ പോകുന്നു. സിസ്റ്റർ കിച്ചണിൽ പോകും. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യാൻ പോകുന്നു. പിന്നെ 11 മണിക്ക് ഞങ്ങളൊരു ജപമാല ചെല്ലും.
അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചെറിയ യാമപ്രാർത്ഥന. ഒരു 11:30 ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞ് 12 മുതൽ 1 വരെ ഞങ്ങൾക്ക് റെക്രിയേഷൻ ഉല്ലാസം ഞങ്ങൾക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. മുത്തശ്ശാപ്പനാളത്തി പറയും, പ്രാർത്ഥന പോലെ തന്നെ പ്രാധാന്യമുണ്ട് റിക്രിയേഷനുമെന്ന്. അവിടെ ഞങ്ങളുടെ റിക്രിയേഷൻ വളരെ സന്തോഷമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഞങ്ങൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിയാകുമ്പം ഞങ്ങൾക്ക് ഒരു ചെറിയ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു ചെറിയ വിസിറ്റ് കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മുറിയിൽ പോകും. വേണ്ടവർക്ക് വിശ്രമിക്കാം, അല്ലാത്തവർക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. മുറിയിൽ ഒച്ചയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അവിടെ ഇരുന്നവർ തയ്ക്കുകയോ അവർ വായിക്കുകയോ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പിന്നെ 2 മണിക്ക് വേറെ യാമപ്രാർത്ഥന. ആ യാമപ്രാർത്ഥന ഒരു 10 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞ ഉടനെ 3 മണി വരെ ഞങ്ങൾക്ക് ജ്ഞാന വായന, ഓരോരുത്തരും അവരവരുടെ മുറികളിലിരുന്ന് വായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 3 മണിക്ക് വീണ്ടും എല്ലാവരും അവരുടെ ഡ്യൂട്ടിക്കും അവരുടെ പേഴ്സണലായിട്ട് കാര്യങ്ങൾക്കൊക്കെ കുളിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകും. 5 മണിക്ക് വീണ്ടും ഞങ്ങൾക്ക് പ്രാർത്ഥന, ഒരു അരമണിക്കൂറത്തെ യാമപ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ധ്യാനം. അതോട് കഴിഞ്ഞിട്ട് ഒരു 6:30, 6:45 അത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ നീളമനുസരിച്ച്. യാമപ്രാർത്ഥന ചിലപ്പം പാട്ടൊക്കെ ആയിരിക്കും. വലിയ പെരുന്നാളുകളിലൊക്കെ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് ചിലപ്പോൾ 6:45 ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ കൊളേഷൻ എന്ന് പറയും. അതായത് ഒരു നേരം ആകുമ്പോൾ നമ്മളൊരിക്കലും ഫുൾ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു സ്ലൈറ്റ് ഒരിത്തിരി കഞ്ഞിയോ എന്തെങ്കിലും കഴിക്കും. അതിനാണ് കൊളേഷൻ എന്ന് പറയുന്നത്. മറ്റേ സപ്പർ എന്നല്ലേ പറയുന്നത്. സപ്പറില്ല, കൊളേഷൻ എന്ന് പറയും. അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കാണും. പാത്രമൊക്കെ കഴുകി കുറച്ച് സമയം കാണും. അത് കഴിഞ്ഞ് അത് നമുക്കിഷ്ടമുള്ള പോലെ ഇരിക്കാം, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ. 7:30 മുതൽ 8:30 വരെ വീണ്ടും 1 മണിക്കൂർ ഉല്ലാസം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നൈറ്റ് പ്രെയർ, പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഓഫീസ് ഓഫ് ദ റീഡിങ്. അത് കുറച്ച് നീളമുള്ള പ്രാർത്ഥനയാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 10-10:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഓരോരുത്തരും മുറിയിലാകും. മുറിയിൽ കഴിഞ്ഞ് ഞങ്ങൾക്ക് 11 മണി വരെ ഞങ്ങൾക്ക് തന്നെത്താൻ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ വായിക്കുകയോ എഴുതുകയോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. 11 മണി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കിടന്നോണമെന്നാണ് നിയമം. അതാണ് ഞങ്ങളുടെ സാധാരണ ദിവസങ്ങളിലെ. മാസത്തിലൊരിക്കൽ ഞങ്ങൾക്ക് ഒരു ഡെസേർട്ട് ഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. റിക്കളക്ഷൻ്റെ ആണ് അത്. ഞങ്ങളിപ്പോൾ അതിനെ സംബോധന ചെയ്യുന്നത് ഡെസേർട്ട് ഡേ എന്നാണ്. കുർബാന കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം. കിച്ചണിൽ സിസ്റ്റർ എന്തെങ്കിലും ഉണ്ടാക്കി വ്യക്തിയുടെ മേശയിൽ വെച്ചിരിക്കും. വേണ്ടവർക്ക് കഴിക്കാം ഉച്ചയ്ക്കത്തെ ഭക്ഷണം, വേണ്ടാത്തവർ കഴിക്കുകയില്ല. അപ്പോൾ എല്ലാം അവർ ഞങ്ങൾ കംപ്ലീറ്റും പ്രാർത്ഥനയാണ്, ഏകാന്ത പ്രാർത്ഥനയാണെന്ന് തന്നെത്താൻ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 6 മണിക്ക് ഞങ്ങളെല്ലാവരും പിന്നെ ഒരുമിച്ച് കൂടും. അപ്പോൾ വൈകുന്നേരത്തെ യാമപ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങൾ സപ്പർ കഴിക്കാൻ പോകും. കൊളേഷൻ ഓർ സപ്പർ അത് കഴിക്കാൻ പോകുന്നു. പിന്നെ ഞങ്ങൾ റിക്ലക്റ്റഡ് ആയിട്ടിരിക്കുന്നു. 8 മണിയാകുമ്പോൾ വീണ്ടും ഞങ്ങൾ വന്ന് രാത്രിയിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി 12 മണി വരെ ഞങ്ങൾക്ക് ആരാധനയായിരിക്കും. പിന്നെ ഞങ്ങൾ പോയി റിട്ടയർമെൻറ്റ്. അതാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഒരുപാട് തപശ്ചര്യകളൊക്കെ അനുഷ്ഠിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ചമ്മട്ടിയടി അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ അത് ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ടോ? അത്രയും കഠിനമല്ലെങ്കിലും ഞങ്ങളിപ്പോഴും അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾക്ക് ചമ്മട്ടിയടിയുണ്ട്. പിന്നെ പണ്ട് നിങ്ങൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരിക്കും മുള്ളരഞ്ഞാണെന്നൊക്കെ. അതും ഞങ്ങളത് പ്രത്യേക സുപ്പീരിയേഴ്സിൻ്റെ പ്രത്യേക അനുവാദത്തോടു കൂടി വ്യക്തികൾ ചെയ്യുന്നുണ്ട്.
പിന്നെ ഞങ്ങൾക്ക് ക്രിസ്മസ്, ഈസ്റ്റർ അതിന് മുമ്പൊക്കെ പ്രത്യേക പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ നിലത്തിരുന്ന് കഴിക്കും ചില വ്യക്തികൾ. പിന്നെ ഞങ്ങൾ വന്നിട്ട് റിഫക്റ്റയുടെ മുമ്പിൽ നടുക്ക് നിന്നുകൊണ്ട് നമ്മളുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ കാല് ഞങ്ങൾ മുത്തും അവർ റിഫക്റ്റിലോട്ട് കയറി പോകുന്ന സമയത്ത്. പിന്നെ കുരിശും മുൾമുടിയും ഒക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ റിഫക്ടറിയിൽ മുട്ടുകുത്തി നിൽക്കും. അങ്ങനെയുള്ള ത്യാഗപ്രവൃത്തികൾ ഞങ്ങൾ പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പൊതുവെ സന്യാസ ദൈവവിളികൾ കുറഞ്ഞുവരുന്നുവെന്ന ആശങ്കകൾ വിവിധ സഭാ നേതൃത്വങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും മിണ്ടാമഠങ്ങളിലേക്ക് നവസന്യാസിനികൾ കടന്നുവരുന്നു എന്നത് ശ്രദ്ധേയമാണ്. തങ്ങളുടെ ഏകമകൾ മിണ്ടാമഠത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് ആദ്യം ഏറെ നൊമ്പരപ്പെടുത്തിയെങ്കിലും പിന്നീട് അവർ ആ ദൈവനിയോഗത്തെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുകയായിരുന്നു. എൻ്റെ പേര് ജോസി ഇലഞ്ഞിക്കൽ. കടവന്തറയിലാണ് വീട്. ഇളംകുളം ഫാത്തിമ പള്ളിയാണ് എൻ്റെ ഇടവക. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരു മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മോള് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. എന്നാലും ഞങ്ങൾ പറഞ്ഞു, മോളുടെ ആഗ്രഹം സാധിച്ചു തരാം, ഞങ്ങൾക്ക് കുറച്ച് സാവകാശം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരുങ്ങി മോള് ഞങ്ങളുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. CTC സഭയിലേക്കാണ് മോളെ ഞങ്ങൾ ആദ്യമായിട്ട് സിസ്റ്ററാവാനായിട്ട് ചേർത്തത്. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിണ്ടാമഠത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം മോള് ഞങ്ങളോട് പറയുന്നത്. അത് ഞങ്ങൾക്ക് ഒട്ടും താങ്ങാൻ പറ്റിയൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കാലശേഷം വേണമെങ്കിൽ മോള് മിണ്ടാമഠത്തിലേക്ക് പോയിക്കോ, അതുവരെ CTC സഭയിൽ തുടർന്നാൽ മതി, ഞങ്ങൾക്ക് എപ്പോഴും വന്ന് കാണുകയും ഞങ്ങളെ വന്ന് കാണാനുമൊക്കെ സാധിക്കുമല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ, ഞങ്ങളുടെ ഉപദേശത്തിൻ്റെ മുമ്പിലൊന്നും മോളുടെ തീരുമാനം മാറ്റിയില്ല. അത്രയ്ക്ക് ദൃഢമായ ഒരു ആഗ്രഹമായിരുന്നു മോൾക്ക്. അത് പല ദിവസങ്ങളിലൂടെയുള്ള സംസാരത്തിലൂടെ എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാൻ മനസ്സിലാഗ്രഹിച്ചു, യേശുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുത്തെ ആഗ്രഹവും എൻ്റെ മോളുടെ ആഗ്രഹവും ഒന്ന് തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, എൻ്റെ മോളെ ഞാൻ മിണ്ടാമഠത്തിലേക്ക് അയച്ചുകൊള്ളാം എന്ന് മനസ്സിൽ ഞാൻ സമ്മതിച്ചു. പിന്നീട് എനിക്ക് മനസ്സിൽ അങ്ങനെ തോന്നുകയും ഒടുവിൽ ഞാൻ എൻ്റെ മോളുടെ ആഗ്രഹത്തിന് വഴങ്ങി മോളെ മിണ്ടാമഠത്തിൽ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്തു. അന്ന് ഞാൻ മോളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കുമ്പോൾ സത്യത്തിൽ ഒരു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട എൻ്റെ മകളെ ജയിലിലേക്ക് കൊണ്ടുവന്ന് ആക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മോളെ ഞാൻ ആക്കിയത് ജയിലിലേക്കായിരുന്നില്ല, മറിച്ച് യേശുവിൻ്റെ മണവാട്ടിയായിട്ട്, യേശുവിനോടൊപ്പം സന്തോഷമായിട്ട്, യേശുവിൻ്റെ വീട്ടിൽ കഴിയാനായിട്ട്, യേശുവിൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് ആക്കിയതുപോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഏറെ സന്തോഷിക്കുന്നു. എൻ്റെ പേര് ജെസ്സി. ഞാൻ സിസ്റ്റർ ട്രീസ നിസരിയുടെ അമ്മച്ചിയാണ്. എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളതുപോലെ തന്നെ വളരെ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മകളെ വളർത്തിയത്. പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് മോൾക്ക് സിസ്റ്റർ ആണെന്നുള്ളത്. അതും സിസ്റ്ററായാൽ കുഴപ്പമില്ല, CTCയിലാണെങ്കിലും കുഴപ്പമില്ല എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും മോൾക്ക് വീട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യാമെന്നുള്ളൊരു ഞങ്ങൾക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് +1 പഠിക്കുന്ന സമയത്താണ് മോൾ പറയുന്നത് എനിക്ക് മിണ്ടാമഠത്തിൽ പോയാൽ മതിയെന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങളാകെ തകർന്നു പോയി.
അപ്പം അവിടുത്തെ CTC സിസ്റ്റേഴ്സ് വന്ന് ഞങ്ങളോട് പറഞ്ഞു, മോളുടെ ആഗ്രഹം മിണ്ടാമഠത്തിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പനും അമ്മയും തീരുമാനിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ മോളെ പോയി കാണാൻ പോയപ്പോഴത്തേക്കും മോള് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നമുക്ക് അങ്ങനെയെങ്കിൽ നമുക്ക് ആലുവപ്പുഴയിൽ നമുക്കങ്ങനെയെങ്കിൽ ആലുവപ്പുഴയിൽ ചാടി മരിക്കാമെന്ന് വരെ ഉള്ള ഇതോടുകൂടി ഞങ്ങൾ അങ്ങനെ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇത് കണ്ടപ്പോൾ മോൾക്ക് വളരെ വിഷമമായി. മോള് പറഞ്ഞു, ഇല്ല അപ്പച്ചി, നിങ്ങളുടെ ആഗ്രഹം എന്ന് നിങ്ങൾ എനിക്ക് സാധിച്ചു തരുന്നു അന്ന് വരെ ഞാൻ കാത്ത് നിൽക്കാം, അത് കഴിഞ്ഞിട്ടേ ഞാൻ എൻ്റെ തീരുമാനത്തിലോട്ട് ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മോള് CTCയിൽ നൊവേഷ്യേറ്റ് കയറിയപ്പോഴത്തേക്കും മോൾക്ക് തീരെ ഈശോ അങ്ങോട്ടേക്ക് മിണ്ടാമഠത്തിലോട്ട് വിളിക്കുന്നതായിട്ടുള്ള അനുഭവം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം മോള് പറഞ്ഞു, അപ്പച്ച നിങ്ങളുടെ തീരുമാനം എന്തായി എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഈശോ ഞങ്ങളതിനായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സന്തോഷത്തോടുകൂടി ഞങ്ങളിവിടെ മോളെ കൊണ്ടാക്കി. പിന്നെ അതുകൂടാതെ അപ്പം ഞാനും വിചാരിച്ചു, ചെറുതിൽ ഒരു 3 വയസ്സുള്ള സമയത്ത് മോൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു. മോള് അവിടെ പുറത്ത് ഡോർ അടച്ചിട്ടിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ആ 3 വയസ്സുള്ള മോള് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പുറത്ത് ഇരിക്കുന്നതാണ് കണ്ടത്. അപ്പം ഞാൻ മോളോട് ചോദിച്ചു. അപ്പോൾ കൊച്ചെൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മച്ചി ഞാൻ മാതാവിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിനെ കണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഉവ്വ അമ്മച്ചി, ഡോറിൻ്റെ ഇടയിൽ കൂടെ പുക പോലെ വന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും മാതാവ് ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നതാണ്. ഞാൻ മുട്ടുകുത്തി നിന്നു. മാതാവ് ഇങ്ങനെ എന്നെ കൈകൂപ്പി കയ്യിലിങ്ങനെ കൊന്തയുമുണ്ട്, എന്നെ കണ്ണ് തുറച്ച് നോക്കി നിൽക്കുന്ന ഒരു ഇതുണ്ടായി അമ്മച്ചി. അപ്പം അപ്പുറത്തൊരു അമ്മൂമ്മ വന്നിട്ട് വെള്ളം എടുക്കണ സമയം ആയപ്പോഴത്തേക്കും അമ്മൂമ്മ വന്ന് ആ സൗണ്ട്, പാത്രത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും മാതാവ് അപ്പം തന്നെ അപ്രത്യക്ഷമായി. അങ്ങനെയാണ് മോൾക്ക് അനുഭവം ഉണ്ടായി. അപ്പം എൻ്റെ അടുത്ത് അപ്പം തന്നെ വന്ന് പറയുകയും ചെയ്ത്, അമ്മച്ചി ഇങ്ങനെ പോലെ തോന്നിയെന്ന് പറഞ്ഞ്. അപ്പം എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്കിലും അപ്പച്ചൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, കുഞ്ഞമ്മണി ഇങ്ങനെ ഞങ്ങൾ കുഞ്ഞമ്മണി എന്നാണ് മോളെ വിളിക്കണത്. അപ്പോൾ കുഞ്ഞമ്മണി ഇങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ എന്തായാലും ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പറയാണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഓരോ വിശുദ്ധരുടെയും ജീവചരിത്രം എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പം മോള് സിസ്റ്ററായ ആ സമയം മുതൽ ഞങ്ങൾക്ക് മോള് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇന്ന് ഞങ്ങൾ ഇവിടെ മിണ്ടാമഠത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വിശുദ്ധരുടെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ അതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ള കാര്യം. പക്ഷേ ഈ മാതാവ് അന്ന് തന്നെ ഞങ്ങളുടെ മകളെ ഇതിനായിട്ട് തിരഞ്ഞെടുത്തു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. എരമല്ലൂർ ഡിസ്കാസ്ഡ് കാർമലൈറ്റ് സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റിലെ മദർ പ്രയറസ് സിസ്റ്റർ സിസിലി ഓഫ് ജീസസ് ആണ് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്നും കഴിഞ്ഞ എപ്പിസോഡുകളിലുമൊക്കെയായി സിസ്റ്റർ നമ്മളോട് പങ്കുവച്ചത് കേരളത്തിലെ മിണ്ടാമഠങ്ങളുടെ ആരംഭത്തെക്കുറിച്ചും പ്രത്യേകമായി എരമല്ലൂർ മിണ്ടാമഠത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും അവിടുത്തെ ദിനചര്യകൾ, തപശ്ചര്യകൾ, അവരുടെ വരുമാന മാർഗം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനിയും ആവൃത്തിക്കുള്ളിലെ അവരുടെ ജീവിതത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. അതിനായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.